ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മോസ്ട്രോനെറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിൽ ആ പാഠഭാഗത്തിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ അതർ മെക്ക് തിങ്ക് മെറ്റിയോറ വുഡ് നോട്ട് ബി ചൂസൺ ഫോർ ദ മിഷൻ? മറ്റ് എലികൾ മിറ്റിയോറിനെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കില്ലെന്ന് കരുതിയത് എന്തുകൊണ്ടാണ്? അല്ലേ, നമ്മളെ പാഠഭാഗത്തിലുള്ള സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പേജ് നമ്പർ 52 ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. അല്ലേ, മറ്റ് എലികൾ മിറ്റിയോറിനെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കില്ലെന്ന് കരുതിയത് എന്തുകൊണ്ട്? ദ അതർ മൈക്ക് തോട്ട് മെറ്റിയോറ would not be chosen for the mission because he was smaller than all the rest. അല്ലേ, ബാക്കിയുള്ളവരെക്കാളും ചെറുതായതുകൊണ്ടാണ് അവരങ്ങനെ കരുതിയത്. ഇനി പേജ് നമ്പർ 54 സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് മെറ്റിയോർ ഫീൽ ഡ്യൂറിങ് ദ ലോഞ്ച് ഓഫ് ദ സ്പേസ് ഷട്ടിൽ? ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്ന സമയത്ത് മെറ്റിയോറിന് എന്താണ് തോന്നിയത്? Meteor felt excited and happy. Meteor loved the feeling of weightlessness. Page number 55. Why does Meteor believe that being the smallest isn't the bad thing? ഏറ്റവും ചെറുതായിരിക്കുന്നത് ഒരു മോശം കാര്യമല്ല എന്ന് മെറ്റിയോർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? Meteor believes that being the smallest isn't a bad thing, as his size helped him save the mission when the astronaut could not. ഇനി പേജ് നമ്പർ 56 ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് റിവാർഡ്സ് were Meteor received at the end? അവസാനം മെറ്റിയോറിന് ലഭിച്ച പ്രതിഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? At the end of the story, when the shuttle returns to Earth, Meteor is declared a hero and receives a brand new uniform along with the official title Mostronet. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.